ചേട്ടൻ ഈ വളി വിടാത്ത കൊക്കിന്റെ ഇവിടെ അറിയൂ? അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്നോർത്ത് ഒട്ടും വിഷമിക്കണ്ട. ബാക്കി ഇവിടുന്ന് വേണം. ഈ ഡയറക്ടറിന് വേണ്ട ക്യാരക്ടറും എന്റെ റിയലിലെ ക്യാരക്ടർ സെയിം ആണ്ട് അത് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ ഞാൻ എന്നിട്ട് പെർഫോം ചെയ്താ പിന്നെ അവർ ചുമ്മാ ഓരോ കുറ്റം ഉണ്ടാക്കി പറയാ. ആ താടി മുടി വളർത്തതിനൊക്കെ ആരാന്ന വിചാരം? ഇങ്ങോട്ട് പോന്ന് അല്ല ആക്ടിംഗ് വർക്ക്ഷോപ്പിന് ആര് പറഞ്ഞെന്ന് അല്ല കമന്റ് സെക്ഷനിലൂടെ മമ്മൂട്ടി സാറിനെ മോഹൻലാൽ സാറിനെ ഒക്കെ ആക്ടിംഗ് പഠിപ്പിക്കുന്നത് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? മമ്മൂട്ടിയെ മോഹൻലാലിനെ കുറിച്ച് പറയണം. അല്ല ഞാൻ കമ്പയർ ചെയ്തല്ല. சூப்பர் ஜோக் அதுதான் சொன்னேன் ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க உதப்பானுங்க ചേട്ടൻ ഈ വളി വിടാത്ത കൊക്കിന്റെ ഇവിടെ അറിയൂ? റൂമിൽ ഇരുട്ടായി അപ്പൊ മാത്രമേ നമ്മളെ കാണിക്കുന്നില്ല. അപ്പൊ അവിടെ വളി വിടുന്ന സൗണ്ട് വിടുക. അവന്റെ കോമഡി കൊണ്ടുള്ള ആക്രമണം സഹിക്കാൻ വയ്യ. കോമഡി കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇതുവരെ തിരിച്ചു വരുതേ. അല്ല അവിടെ ഫുള്ള് ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരാ. അവിടെ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അങ്ങോട്ട് പോകാതെ സേഫ്. വെരി ഫണ്ണി. ഞാൻ ആൾക്കാരൊക്കെ അത്യാവശ്യം ഫാമിലി ഓഡിയൻസും ആൾക്കാരെ കേറുന്നുണ്ട്. എല്ലാം നിന്റെ ഫാമിലി തന്നെ അല്ലേ? അല്ല എനിക്ക് 10-15,000 ഫാമിലി മെമ്പേഴ്സ് ഒന്നും ഇല്ല. 15,000 ഉണ്ടെങ്കിൽ ടിക്കറ്റ് ഒക്കെ നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഈ ഡയറക്ടറിന് വേണ്ട ക്യാരക്ടറും എന്റെ റിയലിലെ ക്യാരക്ടർ സെയിം ആണ്ട് അത് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ. നീ എന്തിനാടാ ഇങ്ങനെ ചുമ്മാ പോരാ? അഭിനയിക്കാൻ അറിയാൻ പാടില്ലേ? എല്ലാവരുടെയും പോലെ ആഗ്രഹം മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ വെറുതെ കിടന്ന് ഉരുളാദാശനെ ആരെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്, തളർത്തിയിട്ടോണം. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ, ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ വാ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം.